കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആനന്ദനാണെങ്കിൽ ശ്രീദേവിനെ ഒന്ന് ഫോൺ വിളിക്കാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. ശ്രീദേവി എന്തെടുക്കുമായിരിക്കും എന്നൊരു ചിന്ത ആനന്ദന്റെ മനസ്സിലേക്ക് വരുവാണ്. അപ്പൊ ബാക്കി രണ്ടുപേരും ആകാശും ആര്യനും കൂടി ധർമ്മനെ നോക്കാനായിട്ട് പോയിരിക്കണം. ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതി പതുക്കെ ഫോൺ എടുത്തു. വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളിപ്പോ ഇറങ്ങി വരുവോ തന്നെ കാണാനായിട്ട്, ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ കരുതി ഫോൺ വിളിക്കുകയാണ്. പിന്നീട് ശ്രീദേവിയോട് ചോദിച്ചു, അല്ലിപ്പോ ശ്രീദേവി എന്തെടുക്കുമെന്ന് ചോദിക്കാം. ദേ ഞാനിവിടെ കിടക്കുവാന്ന് പറയണം, ആരെങ്കിലും അടുത്തുണ്ടോ? അതെ അനീത്തി ഉണ്ടെന്ന് പറയണം. എനിക്ക് ശ്രീദേവിനെ ഒന്ന് കാണാൻ തോന്നുന്നുണ്ടെന്ന് പറയണം. ഇപ്പോഴോ? ഇപ്പൊ കാണാനായിട്ട് ശരിയാവോന്ന് ചോദിക്കാം. ഒന്ന് പുറത്തിറങ്ങി വരാവോ, ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറയാം. അത് ശരിയാകത്തില്ല എന്ന് പറയണം. എന്താ ശ്രീദേവി പ്ലീസ് എന്നൊക്കെ പറയണം. അവസാനം ശ്രീദേവി പറഞ്ഞു ശരി വരാന്ന് പറയണം. ഈ സമയത്ത് ആര്യനും ആകാശവും കൂടെ ധർമ്മനെ നോക്കി അങ്ങോട്ട് പോവാണ്. നോക്കിയപ്പോ അവിടെ എങ്ങും കാണുന്നില്ല. ഇതെവിടെ പോയി ഇരിക്കുക? എവിടെയെങ്കിലും പോയി ചുറ്റി തിരിയുന്നുണ്ടോ നോക്കി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഗീതു ഭയങ്കര കാര്യമായിട്ട് ഓരോ പണികളൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഗീതുവിനെ നോക്കിക്കൊണ്ട് ആ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അതാണ് മാമിന്റെ പ്രശ്നം. പോയി ആകാശ് പോയിട്ട് തോളത്ത് ഒറ്റ തട്ട് കൊടുക്കണം. പെട്ടെന്ന് ഞെട്ടി തിരിച്ച് നർമ്മ നോക്കി. എന്താടാ എന്താ കാര്യം ചോദിക്കാം. മനസ്സിലായി മാമൻ ഇവിടെ ചരട് വലിച്ചോണ്ടിരിക്കുവല്ലേ. എടാ ഒന്ന് മിണ്ടാതെ പൊയ്ക്കോളെന്ന് പറയണം. പിന്നെ അല്ലാതെ മാമൻ എന്ത് നോക്കിക്കൊണ്ടിരിക്കും അവിടെ നോക്കിയാ. അല്ല അത് പിന്നെ ഞാൻ ഈ ജോലികളൊക്കെ നോക്കി. മനസ്സിലായി നല്ല ജോലിയൊക്കെ നോക്കുന്നത്. ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ആ കയ്യെ പിടിച്ച് ബലമായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്. ആഹാ അങ്ങനെ ഇങ്ങോട്ട് ഇപ്പൊ സൂഹിക്കണ്ട, അവിടെ പോയി തന്നെ നിന്ന് വായ നോക്കിക്കൊണ്ട് നിൽക്കുക അല്ലേന്നും പറഞ്ഞിട്ടങ്ങ് വിളിച്ചോണ്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പത്തേനും ആനന്ദിനെ കാണുന്നില്ല. ആനന്ദേട്ടൻ ഇത് എവിടെ പോയി എന്നോർത്ത് നോക്കുവാണ്. അവിടെയെങ്കിലും ബാത്റൂമിലും കണ്ടില്ല. അപ്പൊ ഇനി ആനന്ദേട്ടൻ പുറത്തേക്ക് അങ്ങനെ പോയോ? അങ്ങനെ വരാൻ വഴിയുള്ളല്ലോ. ആ സമയത്ത് ആനന്ദ് ശ്രീദേവിനെ നോക്കിക്കൊണ്ട് പോയി നിൽക്കുകയാണ്. ഇപ്പം വരുമെന്ന് വിചാരിച്ചിരിക്കുക. ഈ സമയം ശ്രീദേവി പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ശ്രീകല വന്നിട്ട് ഇതെങ്ങോട്ടാ ഈ സമയത്ത് നീ പോണേന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മേ എനിക്കൊരു ഫോൺ വന്ന് ഫോൺ വിളിക്ക് അകത്ത് മതി, പുറത്തിറങ്ങിയിട്ടുള്ള ഫോൺ വിളിയൊന്നും വേണ്ട, മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറയണം. അല്ലമ്മ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്. വേണ്ട ഈ പാതിരാത്രി ഒരു ഫ്രണ്ടും വിളിക്കേണ്ട നിന്നെ. അവസാനം ശ്രീദേവി പറഞ്ഞു അതമ്മേ ആനന്ദേട്ടൻ വിളിച്ചിട്ട്. ആനന്ദ വിളിച്ചിട്ടോ? ഈ സമയത്ത് അങ്ങനെ പോയി സംസാരിക്കുന്നത് ശരിയാണോ? ആരെങ്കിലും കണ്ടാൽ നിന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? നീ അങ്ങനെ ഒരു പെണ്ണാന്ന് കരുതില്ലേ? നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയാം. അവസാനം ശ്രീദേവിനെ വിട്ടില്ല. ശ്രീദേവി മുറി പോയി കിടന്നുറങ്ങുവാണ്. ആ സമയം കുറെ സമയം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനെ കാണാതെ വന്നപ്പോൾ ആനന്ദിനെ തപ്പി ആകാശവും ആന്യം അങ്ങോട്ടേക്ക് വരുവാണ്. ഓഹോ അപ്പൊ ഇവിടെ നിൽക്കുമല്ലേ, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ആനന്ദിനെ കൈയോടെ പിടികൊടുക്കൊണ്ട് പോവാണ്. ആനന്ദ് പറഞ്ഞു എടാ പ്ലീസ് ഒരു മിനിറ്റ്, ഞാൻ അവിടെ കുറച്ച് സമയം നിന്നോട്ടെ എന്ന് പറയണം. എന്തിനാ അവിടെ എന്തിനാ നിൽക്കണ്ടേ, അതിന്റെ കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ശ്രീദേവിനെ കാണാൻ പോയതെന്നുള്ള കാര്യം. ആ സമയം ഉറക്കമില്ലാത്ത 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു. മിഥുനും അലോകൻ രാജശ്രീ അവര് ഗൂഢാലോചന നടത്തുവാണ് ടെറസിന്റെ മുകളില്. പിന്നീട് രാജശ്രീ പറഞ്ഞു എന്ത് ചെയ്താലും കുഴപ്പമില്ല, നാളെ ആ കല്യാണം ഒരു കാരണവശാലും നടത്താനായിട്ട് പാടില്ല. ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ കല്യാണം നടക്കാൻ പാടില്ലെന്ന് പറയണം. അത് ശരിയാ, പക്ഷെ നമ്മളൊരു ചെറിയൊരു പ്ലാനൊക്കെ നടത്തിയിട്ടുണ്ട്. ആ പ്ലാൻ വർക്കാവണമെന്ന് പറയണേ. എന്ത് പ്ലാൻ നടത്തിയാലും കുഴപ്പമില്ല, അറിയാലോ. ആ കല്യാണം നടത്തിയ പിന്നെ തലയെ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഈ സമയം മിഥുൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്തിനാ ടെൻഷൻ അടിക്കണേ, ഞാനൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റെടുത്താന്ന് പറയണം. അലോക് പറഞ്ഞു എന്നിട്ടാണോ ഇതിനു മുമ്പ് 2 തവണ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൾട്ട് പറ്റി, നമുക്ക് 2 തവണ അവളെ ഇല്ലാതാക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഈ പദ്ധതിയും കൂടെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്ന് അറിയാലോ. കല്യാണം നടക്കും. കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഒരു നാണക്കേട് കൃഷ്ണമംഗലംകാർക്ക് ഉണ്ടാവാനില്ലെന്ന് പറയണം. രാജശ്രീ പറഞ്ഞു എത്ര പണം മുടക്കിയാലും കുഴപ്പമില്ല അലോകെ, നീ വേണം മുന്നിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ നടത്താനെന്ന് പറയാം. പിന്നെ ഈ കുടുംബത്തിൽ ആരും ഈ കാര്യങ്ങളൊന്നും അറിയാനും പാടില്ലെന്ന് പറയാണ്. ശരി സമ്മതിച്ചെന്നൊക്കെ പറയണം. പിന്നീട് രാജശ്രീ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി ചോദിച്ചു അല്ല ഇതെവിടെ പോയത് നീ ഈ സമയത്തെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ എന്ന് പറയണം. എന്തോ ഒരു പന്തിയോട് നന്ദിനിക്ക് തോന്നി. നന്ദിനി പെട്ടെന്ന് ചോദിച്ചു എന്താ രാജശ്രീ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാനേ അലോകിന്റെ അടുത്ത് വരെ പോയതാ, അവനോട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോയതാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് നന്ദിനി മുറിയിലേക്ക് പോവാ. നന്ദിനിക്ക് മനസ്സിലായി എന്തൊക്കെ ഒരു പ്ലാനുകൾ ഇവർ നടത്തുന്നുണ്ടോന്ന്. നാളെ കല്യാണമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു കാരണവശാലും ഇവർക്ക് ഇരിക്കപ്രതി ഉണ്ടാവത്തില്ലെന്ന് അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണോ എന്ന് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുവാണ്. പിന്നീട് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് അനുജ അങ്ങോട്ടേക്ക് വന്നു. അനുജ വന്നിട്ട് അല്ല നിങ്ങൾ ഉറങ്ങാനൊന്നും പോയില്ല എന്ന് ചോദിക്കുകയാണ്.
ഇല്ല ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല, ഞങ്ങൾ ഉറങ്ങാൻ പോയില്ലെന്ന് പറയാം. അതെ, എനിക്ക് നല്ലൊരു സംശയം ഉണ്ടെന്ന് പറയണേ. എന്ത് സംശയം? അല്ല, ഇപ്പൊ ഇവിടെ ആ ഉദയഭാനു അങ്കിളും അവരുടെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നടത്തുന്ന ഒരു നാടകമാണോ എന്നൊരു സംശയം. നാടകം എന്താ അങ്ങനെ? അല്ല, എനിക്ക് തോന്നി ഈ പറയുന്ന പൈസയും കാര്യങ്ങളൊന്നും അവരുടെ കയ്യിൽ ഇല്ലെന്നാ തോന്നിയെന്ന് പറയണം. ആ സമയത്താണ് അതിലൂടെ ശ്രീകല അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകലയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരാഞ്ഞിട്ട് ശ്രീകല അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോഴേക്കും ചോദിച്ചു, അല്ല എന്ത് കാര്യമാ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം. അത് പിന്നെ ഈ പറയുന്ന സ്വത്തും പണമൊന്നും അവരുടെ ഇല്ലെന്ന് തോന്നേ. സ്വർണ്ണമൊക്കെ കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് കണ്ടില്ലേ ഇടിയിച്ചോണ്ട് വന്ന സ്വർണ്ണം എങ്ങനത്തെയാന്ന്. അത് പിന്നെ ആ ജ്വല്ലറിയൊക്കെ ഇടിച്ചിരിക്കുന്ന ആ ഡ്രസ്സിന് ചേരുന്ന ഓർണമെന്റ്സ് അല്ലേ ഇടിച്ചേക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, എനിക്കെന്തോ നല്ല ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇവര് ഈ കാണിക്കുന്നതൊക്കെ വെറും ആർഭാടമാണോന്ന്, ഇവരുടെ കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ട് ഇവര് വെറും നാടകം കളിക്കുന്നതാണെന്ന്. ദേ, അങ്ങനെയൊന്നും അച്ഛൻ്റെ കേൾക്കലൊന്നും പറയണ്ട കേട്ടോ അനുചേച്ചി. പിന്നെ അത് മതി അച്ഛൻ അത് വലിയ പ്രശ്നമാക്കി മാറ്റാനായിട്ട്. അറിയാലോ അച്ഛൻ്റെ കയ്യിൽ നല്ലത് കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനുജ പറഞ്ഞു, പിന്നെ അങ്ങനൊന്നും ഞാനങ്ങ് പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാനൊരു അന്വേഷണം തന്നെ നടത്തിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനുജ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ മീനാക്ഷി പറഞ്ഞു, ഈ ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞ ചേച്ചിക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ, വെറുതെ എന്തിനാ വേണ്ടാത്ത പണിക്കകത്തൊക്കെ പോയി തലയിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം അനുജ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ശ്രീകല ഉദ്ദേശിച്ചു, ഇവളെ കയ്യിലെടുത്തിട്ട് തന്നെ കാര്യം. ഒരു പക്ഷേങ്കിൽ ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയത്തില്ല. ഇവളിച്ചിരി ആള് പൊങ്ങിയാന്നറിയാം. ഇച്ചിരി പറഞ്ഞ് എന്തെങ്കിലും കാര്യം പറഞ്ഞ് സോപ്പ് ഇടുവാണെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെ ഇവളെ കയ്യിലെടുക്കാണ്ട് സാധിക്കും. പിന്നീട് ശ്രീകല നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആഹാ, മോൾ ഇതുവരെ കിടന്ന് ഉറങ്ങിയില്ലാന്ന് ചോദിക്കും. ഇല്ല ആൻറ്റി, ഞാൻ ഉറങ്ങാൻ പോകുന്നുള്ളെന്ന് പറയാം. നല്ല സുന്ദരിയാണല്ലോ മോളെ കാണാനായിട്ട്. ഇത് ഈ ആഭരണങ്ങളാണല്ലോ, ഇത് ഈ സാരിയൊക്കെ മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് ചോദിച്ചു, സത്യമാണോ ആൻറ്റി പറയണത്? പിന്നെ സത്യമല്ലേന്നോ? എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, അവിടെ വന്നു കയറിയുന്ന മരുമക്കളിലും മോളെയും വെച്ച് നോക്കുവാണെങ്കിൽ 7 അയലൊക്കത്ത് പോലും അവരെയൊക്കെ മോളുടെ വാലെ കെട്ടാൻ പോലും കൊള്ളത്തില്ലെന്ന് പറയാം. പിന്നെ എൻ്റെ മോളെ വെച്ച് നോക്കില്ല അതിനേക്കാളും സുന്ദരി മോളല്ലേന്ന് ചോദിക്കണം. ദേ ആൻറ്റി, വെറുതെ കള്ളത്തരം പറയല്ലോ കേട്ടോ എന്ന് പറയണം. സത്യം മോളെ പറയണേ. എന്നാലും ദേവമംഗലത്തെ ഐശ്വര്യ ദേവത തന്നെയാ അവിടുത്തെ മോള്. ഇനി പറയാതിരിക്കാൻ പറ്റില്ല, കണ്ണ് കിട്ടും, അത്രയ്ക്ക് നല്ല സൗന്ദര്യമല്ലേ എന്നൊക്കെ പറയാം. അതിനകത്ത് അനുജ അങ്ങോട്ടേക്ക് വീണു. ഈ ആന്റിയുടെ ഒരു കാര്യം എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ ശ്രീകലയ്ക്ക് മനസ്സിലായി ഇവള് വീണിട്ടുണ്ടെന്ന്. നിന്നെയല്ല, നിന്നെക്കാളും വലിയ ആൾക്കാരെ വില വീഴിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഈ ശ്രീകലയുടെ കയ്യിലുണ്ട്. പിന്നെയാണോ നീ വന്ന് എന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കോ? ഒരിക്കലും ഇല്ല എന്നൊക്കെ ശ്രീകല മനസ്സിൽ പറയണം. എന്നാ ശരി, ഞാൻ പോട്ടെ നമ്മൾ ശ്രീകല അങ്ങോട്ട് പോവാണ്. ഓ ആന്റി പാവം കേട്ടോ, താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. താൻ ഓർത്തോണ്ടിരുന്ന കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന, വെറുതെ ഒന്നുമില്ലാന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പത്തേനാണ് മീനാക്ഷിയും മിത്ര അവിടെ നിൽക്കുന്നുണ്ട്. മീനാക്ഷിയും മിത്ര ഇത് കണ്ടു ചിരിക്കുവാണ്. എന്താ ചിരിക്കണേ? ഒന്നുമില്ലാന്ന് പറയാണ്. കണ്ടോ ആന്റി പറഞ്ഞു കേട്ടോ, ഞാൻ ഭയങ്കര സുന്ദരിയാന്ന്. മനസ്സിലായി. അതിനകത്ത് അങ്ങോട്ട് വീണല്ലേന്ന് ചോദിക്കുക. പിന്നെ വീണോന്നും അല്ല, സത്യം പറയുമ്പോൾ നമ്മൾ ആര് പറഞ്ഞാലും അതൊക്കെ അംഗീകരിക്കണമല്ലോ എന്ന് പറയുവാണ്. അങ്ങനെ അവൻ കിടക്കാൻ പോവാണ്. ഈ സമയം മിഥുനും അലോകിനും ഉറക്കമില്ലായിരുന്നു. കാരണം ഇന്ന് രാത്രി വേണം ആ തന്ത്രങ്ങളൊക്കെ നടപ്പിലാക്കാൻ. പിന്നീട് തന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. എങ്ങനെ ശ്രീദേവിനെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്യണം, ശ്രീദേവിനെ കടത്തിക്കൊണ്ട് പോകണം, ആ ഒരു തന്ത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയം ശ്രീകലയ്ക്ക് ഉറക്കമില്ലായിരുന്നു. ശ്രീകല കാരണം ഈ രാത്രിയും കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ നാളെ കല്യാണമാണ്, എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മാത്രമേ ഒരു സമാധാനം വരത്തുള്ളൂ. അങ്ങനെ ഉറങ്ങാതെ ശ്രീകല ഇരിക്കുക. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന മിഥുനോ അലോകൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. കല്യാണം മുടക്കാനായിട്ട് അവർ ശ്രമിച്ചാലും കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല. കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.